ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 മൂന്നാം ക്വാർട്ടറിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം, നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷമാണ്. 1-ാം അധ്യായം മുഴുവനായിട്ടും പഠിച്ചു തീർത്തു. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2-ാം അധ്യായം 1 തുടങ്ങി 3-ാം അധ്യായം 6 വരെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഭാഗം. മിഖായുടെ പ്രവചനത്തിൽ നമ്മൾ അതിനെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ 1 ശമൂവേൽ 21-ാം അധ്യായം 1 തുടങ്ങി 6 വരെയും നമ്മൾ നോക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു അവസരമാണ്. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മനപ്പാഠവാക്യം: പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. മർക്കോസ് 2:27-28. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇതുപോലെ ഒരു അവസരം അടിയങ്ങൾക്ക് തന്നല്ലോ നാഥ, അങ്ങയുടെ വചനം പഠിക്കുവാനായിട്ട്, വചനത്തെ കൂടുതലായിട്ട് ഗ്രഹിക്കുവാനായിട്ട് ഒരവസരം തന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഇന്ന് അടിയങ്ങൾ പഠിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ശരിയായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. മർക്കോസ് 2:27-28. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ പാഠം മുഴുവനിലൂടെ നമ്മൾ പഠിക്കുന്ന 5 സംഭവങ്ങളാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന 5 സംഭവങ്ങൾ. ആ സംഭവങ്ങളെല്ലാം തന്നെ വിവാദങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ വിവാദങ്ങൾ എന്നാണ് അർത്ഥം. വിവാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, രണ്ടുപേരും 2 തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് നടത്തുമ്പോഴാണ് വിവാദങ്ങളാകുന്നത്. രണ്ടുപേരും ചിന്താഗതികൾ വേറെ ആകുമ്പോഴാണ് വിവാദം ഉണ്ടാകുന്നത് എവിടെയായാലും. അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് വിവാദം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ഐഡിയാസും യേശുവിൻ്റെ ഉപദേശങ്ങളും അതേപോലെ യഹൂദ നേതാക്കന്മാരുടെ ഉപദേശങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ 5 സംഭവങ്ങളിലും. അത് ഈ കഥകളിൽ ഓരോന്നും യേശു ആരാണെന്ന വീക്ഷണങ്ങളെ മാർക്കോസ് പ്രസ്താവിക്കുന്നുണ്ട് ഓരോന്നിലും. അപ്പം നമ്മൾ ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന ദിവസങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ പ്രസ്താവനകളിലേക്കും ഈ വിവരങ്ങളുടെ അർത്ഥങ്ങളിലേക്കൊക്കെ ആഴമായിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ അതുപോലെ ബുധനാഴ്ചയും വ്യാഴാഴ്ചത്തെയും പഠന വിഷയം മർക്കോസ് 3:20-35 വരെയുള്ള ഭാഗമാണ്. ഇതിനിടയിൽ നമ്മൾ സാൻഡ്വിച്ച് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു രീതി മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അത് നമ്മൾ പഠിക്കുകയാണ്. സാൻഡ്വിച്ച് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ, സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 ബ്രെഡിൻ്റെ ഇടയിൽ നമ്മൾ എഗ്, ഇപ്പോൾ ഓംലെറ്റോ അല്ലെങ്കിൽ ചീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കഴിക്കുന്നതിനെയാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സാൻഡ്വിച്ച് സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു സ്റ്റോറിയുടെ ഇടയ്ക്ക് വേറൊരു സ്റ്റോറി കയറി വരുന്നത്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പാഠം എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞായറാഴ്ചയിലെ പാഠം ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. അതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. മർക്കോസ് 2-ാം അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങളാണത്. ചില ദിവസം കഴിഞ്ഞ ശേഷം, ചില ദിവസം എന്ന് പറഞ്ഞാൽ തലേ ദിവസം കഫർനഹൂമിലെ ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അന്ന് കഫർനഹൂമിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പോന്നു. പക്ഷെ പിന്നീട് വീണ്ടും അവിടെ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. എല്ലാവരുടെ അടുത്തും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷമാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കഫർനഹൂമിൽ യേശു എത്തിയെന്ന് അറിഞ്ഞതും എല്ലാവരും വന്ന് ആ വീട് മുഴുവനും നിറഞ്ഞു. പക്ഷപാതക്കാരന് അപ്പോൾ 4 ആൾ
ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതാണ് നമ്മളിന്ന് കണ്ടത് അവിടെ. ആ ചിത്രം ഒന്ന് നമ്മൾ മനസ്സിൽ ഓർത്തു നോക്കുക. യേശു വന്നിരിക്കുന്ന വീട്ടിൽ, ഭവനത്തിൽ നമുക്കറിയാം ചില ലീഡേഴ്സ് വരുമ്പോഴും ചില സെലിബ്രിറ്റീസ് വരുമ്പോഴൊക്കെ, രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമ ഫീൽഡിലൊക്കെ ഉള്ളവർ വരുമ്പോഴേക്കും അങ്ങ് ഇഷ്ടം പോലെ പേരാണ് അവരെ കാണാനായിട്ട് ചെന്ന് കൂടുന്നത്. അവരൊന്ന് തൊടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആൾക്കാർ വന്നുകൊടുന്നു. യേശു അതുപോലെ ഒരു ആളായിരുന്നു. ഇത് അവരുടെ പോലെയല്ല, പക്ഷേ യേശുവിനെ കാണാനായിട്ട് ആ വന്നവരിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞവരെ കാണാൻ വരുന്നവരെ പോലെയല്ല യേശുവിനെ കാണാൻ വന്നവർ. യേശുവിനെ കാണാൻ വന്നവരിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്നവർ, നാനാവിധമായ രോഗങ്ങളാൽ വലഞ്ഞവർ, ഭൂതബാധിതർ, എല്ലാവിധമായ ആശ്രയമറ്റവരാണ് യേശുവിനെ കാണാനായിട്ട് വന്നത്. അവരിൽ ആരെയും യേശു തൃപ്തരാക്കാതെ വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നത് ഒരു പക്ഷപാതക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രോക്ക് വന്നവരാണ്. അയാളത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അയാൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അവർ കിടക്കയോടുകൂടി അയാളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ ഒരു ചോദ്യമുള്ള, പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ തനിക്ക് ആവശ്യമായിരുന്നത് എന്തായിരുന്നു? അവന് എന്ത് ലഭിച്ചു? അവന് ആവശ്യമായിരുന്നത് കിട്ടിയോ യേശുവിൽ നിന്ന് എന്ന്? അവന് എന്തായിരുന്നു ആവശ്യം, അതുപോലെ അവന് എന്താണ് കിട്ടിയത് എന്നാണ് രണ്ട് ചോദ്യമുള്ളത്. അപ്പോൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? 4 പേരാണ് ഇവരെ കൊണ്ടുവന്നത്. 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. അതൊന്നും നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഒരു ഭവനത്തിൻ്റെ മേൽക്കൂര, ഇന്നത്തെ പോലെയുള്ള വീടല്ലായിരിക്കും, ടെറസ് ബിൽഡിംഗ് ഒന്നും അല്ലായിരിക്കും. അവർക്ക് എളുപ്പം പൊളിക്കാൻ പറ്റുന്ന വീടായിരിക്കാം. പക്ഷേ എന്നാലും ഒരു മേൽക്കൂര പൊളിച്ച് ഒരാളെ ഇറക്കണമെങ്കിൽ എത്രമാത്രം സ്ട്രെയിൻ അവരെടുത്തിട്ടുണ്ടാവും, എത്രമാത്രം പ്രയാസം അവരനുഭവിച്ചിട്ടുണ്ടാവും. ഈ 4 പേരും കൂടി അയാളെ കിടക്കയോടുകൂടി യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കാമെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അവരത് ചെയ്തത്? അങ്ങനെ ഇത്രയും പാടുപെട്ട് ഒരാളുടെ അടുത്ത് വരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ഡോക്ടറൊക്കെ അടുത്ത് നമ്മൾ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, ഓ ഇനിയിപ്പോൾ ഇന്നൊന്നും കാണണ്ട, പിന്നെ നമുക്ക് പോകാം, വേറെ എവിടെയെങ്കിലും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് പലരും തിരിച്ചു പോകും. എന്തിനാണ് ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ ക്യൂ നിന്ന് എത്ര നേരം നിന്നാലായിരിക്കും അയാളെ ഒന്ന് കാണാൻ പറ്റുന്നത്, അതിലും നല്ല നമുക്ക് വേറെ ഡോക്ടേഴ്സിനെ കാണാം എന്ന് പറഞ്ഞ് പലരും പോകും. പക്ഷേ ഇവിടെ ഇവർ കാണാൻ പറ്റാഞ്ഞിട്ട് ഇവർ ചെയ്ത ഒരു കാര്യം, ആ മേൽക്കൂര പൊളിച്ച് അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് അയാളെ ഇറക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അടുത്ത വാക്യം പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, അത്രമാത്രം അവർക്ക് വിശ്വാസമുണ്ടായി. ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നാൽ ഇയാൾ ചിലപ്പോൾ അയാളുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, ഈ പക്ഷപാതക്കാരൻ്റെ ബന്ധുക്കളോ മക്കളോ ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധു സൗഖ്യമാകും, ഇയാളുടെ അടുത്ത് വന്നാൽ, ഈ യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യമാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. അതാണ് യേശു പറഞ്ഞത്, അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പോൾ വിശ്വാസം എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരാളുടെ വിശ്വാസം കാണാൻ പറ്റുമോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത്? മനസ്സിലാണുള്ളത്. അതേപോലെ ഒരാളുടെ സ്നേഹം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അവരുടെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ പക്ഷെ വിശ്വാസവും അതുപോലെ തന്നെ ആ പ്രവൃത്തിയിലൂടെയാണ് ആ വിശ്വാസം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം കാണിക്കേണ്ടത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാവുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജീവനുള്ളത് വിശ്വാസമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലുടനീളം നമ്മുടെ ജീവിതം മുഴുവനും ആ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതം മുഴുവനും. നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമ്മുടെ മനസ്സിൽ ആർക്കാണ് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ വരാൻ പോകുന്നത്. ഏത് കാര്യം നോക്കിയാലും അങ്ങനെ തന്നെ. നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, പക്ഷേ
നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം ഈ പ്രവൃത്തിയിലൂടെയാണ് യേശുവിന് മനസ്സിലായത്. ഇത്ര വലിയ വിശ്വാസമാണ് അവർക്കുണ്ടായത്. അവർ ജനക്കൂട്ടത്തെ കണ്ട് തിരിച്ചു പോയില്ല. അവർ ആ മേൽക്കൂര തുറന്ന് അവനെ അവിടെ ആക്കി. അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? അയാൾ എന്തായിരിക്കും അയാൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ പാഠത്തിലൊരു ചോദ്യം. എന്തായിരുന്നു അയാളുടെ ആവശ്യം? ശാരീരിക സൗഖ്യമാണ് അയാളുടെ ആവശ്യം. തളർന്നു കിടക്കണം, അയാൾക്കൊന്ന് എഴുന്നേൽക്കണം, തൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് അയാളുടെ ആവശ്യം. പക്ഷേ യേശു അയാൾക്ക് എന്താ കൊടുത്തത്? യേശു അയാളോട് എന്താ പറഞ്ഞത്? മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞത് ഇതാണ്: നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതൊരു വിവാദ സ്റ്റേറ്റ്മെൻ്റായിപ്പോയി, അവിടെ വിവാദ പ്രസ്താവന. കാരണം അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നിരുന്നു, യഹൂദ മതത്തിലെ ശാസ്ത്രിമാർ. അവർ ഉടനെ പറഞ്ഞു, ഇവന് എങ്ങനെ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത്? എന്ത് പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. അവരുടെ മുൻപിൽ, അവരുടെ ചിന്താഗതിയിൽ അത് ദൈവദൂഷണമാണ്. കാരണം ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇവർ ചോദിച്ചൊന്നുമില്ല കേട്ടോ. ഇവർ ഹൃദയത്തിൽ പറഞ്ഞതാണ്, ഇവൻ ആര് പാപങ്ങളെ മോചിക്കാൻ, ആരിവൻ അധികാരം കൊടുത്തു? അത് ദൈവത്തിന് മാത്രമേ അതിനുള്ള അധികാരം ഉള്ളെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്, ശാസ്ത്രിമാർ. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച്. അതാണ് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിൻ്റെ തെളിവ്. അതാണ് ദൈവത്തിനും തൻ്റെ പുത്രനും ചെയ്യാൻ പറ്റുന്നതാണിത്. നമ്മുടെ മനസ്സ് അറിയാവുന്നത്, നമ്മുടെ ചിന്തകളെ വായിക്കാൻ അറിയാവുന്ന ദൈവം. അപ്പോൾ ദൈവം അവർ ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിന്? അവർ ചോദിച്ചു പോലുമില്ല. പക്ഷേ യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞുകൊണ്ട് പറയണേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? പക്ഷപാതക്കാരനോട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുന്നു, ഏതാകുന്നു എളുപ്പം? എല്ലാവരെയും സൗഖ്യമാക്കിയ യേശുവിന് ഏറ്റവും ആഗ്രഹം അവരുടെ ആത്മീയ സൗഖ്യമാണ്. പാപത്തിൽ വീണുപോയ എല്ലാവരും പാപമോചിതരായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ചേർക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ശാരീരിക സൗഖ്യമൊക്കെ പിന്നീട് വരുന്നതാണ്. ആത്മാവിൻ്റെ സൗഖ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള വേർപാടിലാണ് നമ്മളെല്ലാവരും, വേർപെട്ട് പോയിരിക്കുകയാണ്. അതിനെ ശരിയാക്കാനാണ് യേശുക്രിസ്തു വന്നത്. നമ്മളെ ഒരുമിച്ച് ചേർക്കാൻ, ദൈവമായിട്ട് ചേർക്കാനായിട്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് യേശുക്രിസ്തു വന്നത്. അതാണ് യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിന് അവൻ്റെ ആത്മീയ സൗഖ്യം അവന് കൊടുക്കാൻ, അതാണ് അവൻ്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രിമാരോട് യേശു പറയുന്നത്, ഏതാവുന്നു എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് യേശുക്രിസ്തു ചെയ്തത്. അവൻ ആത്മീയ സൗഖ്യവും ശാരീരിക സൗഖ്യവും എല്ലാം യേശുക്രിസ്തു ആ സമയം തന്നെ അവന് ഏകിയിരിക്കുക. എല്ലാവരും അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. വിവാദങ്ങളുണ്ടായി. വിവാദങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിൽ യേശുവിനെക്കുറിച്ച് എതിരായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇവൻ എങ്ങനെയാണ് ഇത്രയും അധികാരം കിട്ടുന്നത്? അതവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, അവർ ശരിക്കും ദൈവം ആരെന്ന് ഈ യഹൂദന്മാർ അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവരെപ്പോഴും ഈ ന്യായപ്രമാണത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവർ. അതുകൊണ്ടാണ് നമുക്ക് ഈ പാഠത്തിൽ വേറൊരു വാക്യം വായിക്കാനുള്ള മീഖാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കാനുണ്ട്. കാരണം എന്താണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നതിൽ പറഞ്ഞിട്ട്, മീഖാ പ്രവചനം 6 തുടങ്ങി 8 വരെ. എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്?
ദൈവം അതേ ചോദിക്കുന്നുള്ളൂ. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും, എല്ലാവരോടും ദയ കാണിക്കുന്നവരായി, ദയുള്ളവരായിരിക്കുക. അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും പാസ്റ്റേഴ്സ് ആയാലും ചർച്ച് മെമ്പേഴ്സ് ആയാലും എല്ലാവരും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരെ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട്, അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാണ് യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചത്. യേശു ദൈവത്തിൽ നിന്നുമുള്ളവൻ എന്ന് അറിയുന്നതിന് വേണ്ടുവോളം തെളിവുകൾ അവൻ കൊടുത്തെങ്കിലും യേശുവിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് മാറ്റം വന്നു എന്ന് ഒന്നും സൂചിപ്പിച്ചില്ല. യേശുവിന് അവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവരെ അറിയിച്ചതിലൂടെ മാത്രമല്ല, അവർക്ക് തിരസ്കരിക്കാൻ കഴിയാത്ത വിധം അവരുടെ മുമ്പിൽ പക്ഷപാതക്കാരനെ സൗഖ്യപ്പെടുത്തിയതിലൂടെ. അവർക്ക് മറിച്ച് പറയാൻ ഒന്നുമില്ല, ഒരു വാക്കുകളും ഇല്ല. യേശു ദൈവപുത്രൻ തന്നെയെന്ന് അവർ വിശ്വസിക്കേണ്ടിയിരുന്നു. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് യേശു കാണിച്ചത്. എന്നാലും അവരത് അംഗീകരിക്കാൻ തയ്യാറില്ലായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരുമായ യഹൂദന്മാർ, ദൈവത്തിനെതിരായിട്ട് നിന്ന യഹൂദന്മാർ, അവർക്കൊരിക്കലും യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളോടുള്ള ചോദ്യം ഇതാണ്: ഈ മനുഷ്യർ വീണുപോയ അതേ കെണിയിൽ വീഴുന്നത് ഒഴിവാക്കാൻ നമുക്കെങ്ങനെ ശ്രദ്ധാലുക്കളാകാം? നമ്മൾ ഈ മതപരമായ ചടങ്ങുകളിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാകാതെ അതിൻ്റെ ഉള്ളിലെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരും ദയാതൽപരരുമായിരിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പാഠം. അതുപോലെ വിശ്വാസം, ആ ദൈവമായിട്ടുള്ള ആ ബന്ധം ശരിക്കും ഉണ്ടാവുകയും അത് നമ്മുടെ പ്രവൃത്തികളിൽ, ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ പ്രവൃത്തി അവരുടെ വിശ്വാസത്താലായിരുന്നു അവരത് ചെയ്തത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഏത് പ്രവൃത്തികളും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ പ്രവൃത്തി കാണുന്നവർക്ക് മനസ്സിലാകണം. ഓ, ഇവളുടെ ഉള്ളിൽ യേശു ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. ഇവൻ്റെ ഉള്ളിൽ അതാണ് ഇവനിങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നെല്ലാവരും പറയുവാൻ ഇടയാക്കണം. അതാണ് ശരിക്കും ദൈവരാജ്യം എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അത് പറയാതെ, അതെല്ലാവരും അറിയാതെ ഒരിക്കലും അവസാനം വരികയില്ല എന്ന് യേശു ക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവം നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളെ തന്നെ അനുവദിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം അതനുസരിച്ച് രൂപാന്തരപ്പെടും. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ലേവിയെ വിളിക്കുന്നതും പിന്നെ ഉപവാസത്തിൻ്റെ ചോദ്യങ്ങളും. മർക്കോസ് 2-ാം അധ്യായം 13 തുടങ്ങി 22 നമ്മൾ വായിക്കുന്നത്. അവൻ പിന്നെയും കടൽക്കരയിൽ ചെന്ന് പുരുഷാരൊക്കെ അവൻ്റെ അടുക്കൽ വന്ന് അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവരെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകരായിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് അടുത്ത വിവാദം. നമ്മൾ ഈ പാഠം പഠിക്കുന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അടുത്ത വിവാദം ഇതാണ്. എന്താണ്? യേശു ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ മത്തായിയെ വിളിക്കുന്നു ശിഷ്യനായിട്ട്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. മത്തായി അതുപോലെ, അല്ലെങ്കിൽ ലേവി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാം വിട്ടിട്ട് യേശുവിൻ്റെ കൂടെ പോവുകയാണ്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിലും കണ്ടു ശിഷ്യന്മാരെ വിളിക്കുന്നു, അല്ല 4 ശിഷ്യന്മാരെ വിളിക്കുന്നത്. വിളി കേട്ടതും അവരെല്ലാം ഉപേക്ഷിച്ച് യേശുവിനോട് അനുഗമിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു. പക്ഷെ അത് പരീശന്മാർക്കൊന്നും സഹിച്ചില്ല. കാരണം യേശുവിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഇവരൊക്കെ ഉണ്ട്, ചുങ്കക്കാരും ഉണ്ട്, പാപികളായവരുണ്ട്. അവരൊക്കെ യഹൂദന്മാർ ഏറ്റവും നികൃഷ്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം അവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല, ഞങ്ങൾ മാത്രമേ പോവുള്ളൂ, ന്യായപ്രമാണം അനുസരിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ പോവുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് നിക്കോദെമസ്, ഞാൻ നേരത്തെ നിക്കോദെമസിനെ പരാമർശിച്ചു. നിക്കോദെമസ് ഒരു പരീശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അതായിരുന്നു, എനിക്ക് സ്വർഗത്തിൽ പോകുന്നതിന് ഒരു തടസ്സമില്ല, ഞാൻ എല്ലാം അനുസരിക്കുന്ന ആളാണ്. പക്ഷേ യേശു അവനെ നേരെ ആദ്യം പറഞ്ഞത് ഇതാണ്: വീണ്ടും ജനിക്കാതെ ഒരാളും സ്വർഗരാജ്യത്തിൽ കിടക്കില്ല. നേരിട്ട് നിക്കോദെമസിനോട് ആദ്യം പറഞ്ഞ, അവനെ കണ്ടിട്ട് ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്.
കാരണം അവൻ്റെ ഉള്ള് അറിയുന്ന ആളായിരുന്നു യേശു ക്രിസ്തു. അവൻ്റെ ഉള്ളിൽ അവൻ വിചാരിച്ചിരുന്ന അങ്ങനെ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമില്ല, അത്ര മാത്രം ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. അപ്പോഴാണ് യേശു അവനോട്, വീണ്ടും ജനിക്കാതെ ഒരുത്തനും സ്വർഗരാജ്യം കാണുകയില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഈ ചുങ്കക്കാരനായ ഒരാളെ ശിഷ്യനായിട്ട് സ്വീകരിക്കാമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് എന്താണ്, യഹൂദന്മാരുടെ മതനിയമത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. ദി മിഷ്ന ട്രാക്റ്റേറ്റ് തെഹോറത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ, ചുങ്കം പിരിക്കുന്ന ഒരുവൻ ഒരു വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതെല്ലാം അശുദ്ധമായി തീരുന്നു. അങ്ങനെയാണ് അതിനകത്ത് മതനിയമങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ചുങ്കം പിരിക്കുന്ന ഒരുത്തൻ നിൻ്റെ വീട്ടിൽ വന്ന് അവിടെ എല്ലാം അശുദ്ധമായി പോകുന്നു. നമുക്കറിയാം സഖായി എന്ന് പറയുന്ന ചുങ്കക്കാരൻ്റെ വീട്ടിൽ യേശുക്രിസ്തു ചെന്നത്. യേശുക്രിസ്തു അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരുടെ ഈ പുസ്തകത്തിൽ എഴുതിയ ചുങ്കം പിരിക്കുന്ന ഒരുവൻ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെയൊക്കെ അശുദ്ധമാണ്. പക്ഷേ യേശുക്രിസ്തു ചുങ്കക്കാരൻ്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും എന്താ പറ്റിയത്? കംപ്ലീറ്റ് ഒരു ചേഞ്ചാണ് അവൻ്റെ ജീവിതത്തിന് വന്നത്. കംപ്ലീറ്റ് ഒരു വലിയ മാറ്റമാണ് സഖായിക്കുണ്ടായിരുന്നത്. അതാണ് ദൈവം. അപ്പോൾ ഇവിടെ ഇവരുടെ സംശയവും ഇതാണ്. അവർ നേരിട്ട് യേശുവിനോട് ചോദിച്ചില്ല, അവർ ശിഷ്യന്മാരോടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടു. ശിഷ്യന്മാരോടാണ് ചോദിച്ചെങ്കിലും യേശു അത് കേട്ടു. ചിലപ്പോൾ യേശു കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഉറക്കെ ചോദിച്ചത്. അവർക്ക് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലായിരിക്കാം. പക്ഷേ യേശു കേട്ടു. കേട്ട ഉടനെ യേശു എന്താ പറഞ്ഞത്? യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് അവർക്ക് ഇതുവരെയും ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല ശിഷ്യന്മാർക്ക്. നോട്ട് ശിഷ്യന്മാർ, യഹൂദന്മാർക്ക് യേശു ആരാണെന്ന് പല തെളിവുകൾ അവർക്ക് കിട്ടിയിട്ടും അവർ അത് അംഗീകരിക്കാൻ റെഡിയല്ലായിരുന്നു. യേശുവിൻ്റെ ദൗത്യം എന്തെന്നും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കാരണം യേശു ആരാണെന്ന് അവർ അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കണമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് യേശുവിൻ്റെ ദൗത്യം മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല, പാപികൾക്ക് വേണ്ടി, അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷയിലേക്ക് നയിക്കാനാണ് ഞാൻ വന്നത്. പാപികൾ എത്രയും ഞാൻ വിളിക്കാൻ വന്നത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ യേശു അവരെ ആ വിവാദത്തിൽ അവരുടെ ഉത്തരം മുട്ടിച്ചു. ഏത് വിവാദം ഉണ്ടാകുമ്പോഴും യേശുവിന് അവർക്ക് പറ്റിയ ഉത്തരങ്ങളുണ്ടായിരുന്നു. ഇന്നലത്തെ പാഠത്തിലും നമ്മൾ ഇതുപോലെ ഒരു വിവാദത്തിൻ്റെ കാര്യമാണ് പഠിച്ചത്. പക്ഷപാതക്കാരനെ കൊണ്ടുവന്നപ്പോഴുള്ളതും അതേപോലെ നീ എന്തിനാണ് പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലാണ് അവർ കയറി പിടിച്ചത്. അവർ പറഞ്ഞില്ല എങ്കിലും അവരുടെ മനസ്സറിഞ്ഞ് യേശു അതിന് തക്കതായ ഉത്തരം കൊടുത്തു. ഇവിടെ ഇവർ യേശുവിനോട് പറയുന്നില്ല, നേരിട്ട് അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ പാപികളോടും ചുങ്കക്കാരോടും കൂടെ കഴിക്കുന്നത്. അപ്പോഴും യേശു പറഞ്ഞു, ഞാൻ വന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത അതിൻ്റെ ഭാഗം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാനുള്ളതിൽ കുറച്ചും കൂടെ ഉണ്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്നവനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാൻ കഴിയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ടം ആരും ചേർത്തു തുന്നാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വലുതാകും. അത് ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞൊഴുകി പോവും, തുരുത്തി നശിച്ചു പോവും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്ര പകർന്നു വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് അവരുടെ വേറൊരു വിവാദം അതാണ്, നിൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് ഉപവസിക്കാത്തത്. അപ്പോൾ യേശു അതിന് തക്കതായ മറുപടി കൊടുത്തു. അവരുടെ മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് അല്ലെങ്കിൽ മണവാളൻ്റെ സ്നേഹിതന്മാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. അവരെപ്പോഴും സന്തോഷിച്ച് നടക്കുകയാണ്, അവിടെ ഉപവസിക്കേണ്ട കാര്യമില്ല. പക്ഷെ മണവാളൻ വിട്ടുപിരിയുന്ന സമയത്ത് അവർ ഉപവസിക്കും എന്നാൽ മണവാളിനെ കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ പറ്റി യേശു മുൻകൂട്ടി പറയുകയായിരുന്നു. അത് ക്രൂശിൻ്റെ ഒരു പരാമർശമായിരുന്നു. അപ്പോൾ ഉപവസിക്കാൻ അവർക്ക് ധാരാളം സമയം ഉണ്ടായിരിക്കും.
നമ്മൾ അത് കഴിഞ്ഞ് അറിയാം, യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാരെല്ലാവരും മാളിക മുറിയിലെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നവരെല്ലാവരും. അത് മണവാളം കൂടെയുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് യേശു പറഞ്ഞവരുടെ തർക്കത്തെ ഇല്ലാതെയാക്കി. പിന്നെ ഒരു 2 ഉപമയായിട്ട് അവിടെ പറയുന്നത്, ഒന്ന് പഴയ തുണിയും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കണ്ടം ചേർത്ത് വയ്ക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കുന്ന അതിലൊക്കെയുള്ള അപകടം യേശുക്രിസ്തു പറയുകയാണ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ യേശുവിൻ്റെ ഉപദേശത്തെയാണ് കാണിക്കുന്നത്. കാരണം യേശുവിൻ്റെ ഉപദേശം പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ ഉപദേശം പോലെ അല്ലായിരുന്നു. എല്ലാവരും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായൊരു പഠനമായിരുന്നു യേശുക്രിസ്തു അവർക്ക് കൊടുത്തത്. അപ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ അവരുടെ മനസ്സാദ്യമേ പുതിയതാക്കണമായിരുന്നു. മനസ്സ് പുതുക്കി അവർ രൂപാന്തരപ്പെടണം. അപ്പോഴേ അവർക്ക് ആ പുതിയ ഉപദേശം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അവരുടെ മനസ്സ് മുഴുവനും മറ്റേ ചിന്തയിലിരിക്കുകയാണ്. ഞങ്ങൾ വലുതാണ്, യഹൂദന്മാർ ചിന്തിക്കുന്ന പോലെ, ശാസ്ത്രിമാർ ചിന്തിക്കുന്ന പോലെ. ഞങ്ങളെപ്പോലെ ന്യായപ്രമാണം വേറെ ആർക്കും അറിയത്തില്ല. ചുങ്കക്കാരെയൊന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല, പാപികളെയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്ന അവരുടെ ആ പഴയ മനസ്സിലേക്ക് ഈ പുതിയ ഉപദേശം കടത്തിയാൽ അത് ശരിയാകത്തില്ല, അത് അവിടെ നിലനിൽക്കത്തില്ല, അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാകണം. അതാണ് യേശുക്രിസ്തുവിലെ ഇതിലൂടെ പറഞ്ഞത്. യേശുവിൻ്റെ ഉപദേശത്തെയും മതനേതാക്കളുടെ ഉപദേശത്തെയും താരതമ്യപ്പെടുത്താനുള്ള എന്തൊരു രസകരമായ രീതി! ഉപദേഷ്ടാക്കന്മാരുടെ വഴികൾ എത്ര ദുഷിച്ചതായി തീർന്നെന്ന് ഇത് കാണിക്കുന്നു. ജനം ശ്രദ്ധാലുക്കളല്ലെങ്കിൽ യഥാർത്ഥ മതം പോലും ഇരുണ്ടതായി പോകും. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ കാലത്തെ ചുങ്കക്കാരെ പോലെ ഇന്ന് നോക്കി കാണേണ്ടത് ആരെയാണ്? നമ്മൾ ആരെയെങ്കിലും അതുപോലെ ചുങ്കക്കാരാണ്, അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ എല്ലാവരെയും ചേർത്തുകൊള്ളുന്നവരായിരിക്കണം. കാരണം യേശുവിൻ്റെ സുവിശേഷമായിരിക്കണം നമ്മുടെ ഹൃദയങ്ങൾ, യേശു ആയിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാണ്. അപ്പോഴേ നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുള്ളൂ, മനസ്സിന് മാറ്റം ഉണ്ടാകുള്ളൂ. പുതിയ ഉപദേശം സ്വീകരിക്കാൻ യഹൂദന്മാർ റെഡിയല്ലായിരുന്നു, അവർ യേശുവിൽ വിശ്വസിക്കാൻ റെഡിയല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ഉപദേശവും അവർ സ്വീകരിക്കാൻ റെഡിയല്ലായിരുന്നു. ഓക്കെ, ഇതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. തിങ്കളാഴ്ചത്തെ. ഇനി ചൊവ്വാഴ്ചത്തെ നമ്മൾ പാഠത്തിലേക്ക് പോകുമ്പോൾ അത് ശബത്തിനും കർത്താവാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. 2-ാം അധ്യായം 23 തുടങ്ങി 23-24 വാക്യങ്ങൾ. അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വഴി നടക്കുകയിൽ കതിർ പറിച്ചു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, ദാവീദ് തനിക്ക് കൂടെയുള്ളവർക്ക് മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തതെന്താണ്? ഈ ഭാഗങ്ങളിൽ ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചതുകൊണ്ട് പരീശന്മാർ കുറ്റപ്പെടുത്തുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് പരീശന്മാരുടെ മനസ്സിൽ ഉൾക്കൊള്ളിച്ച് ശിഷ്യന്മാരുടെ പ്രവൃത്തി ഉൾപ്പെടെ ശബത്ത് ദിവസത്തിൽ വിലക്കപ്പെട്ടിരുന്ന 39 രീതിയിലുള്ള വേലകൾ ഉണ്ടായിരുന്നു. ഇത് യേശുക്രിസ്തു പറഞ്ഞതല്ല കേട്ടോ, അവരുടെ പാരമ്പര്യം, യഹൂദന്മാർ എഴുതി ഉണ്ടാക്കിയ കുറേ കൽപ്പനകളാണ്. അത് പ്രത്യേകിച്ച് മലാഖി പ്രവചനം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 400 വർഷം ഒരു പ്രവാചകന്മാരും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കാതിരുന്ന സമയത്ത് യഹൂദന്മാർ, ശാസ്ത്രിമാരും പരീശന്മാരും കൂടെ കുറേ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി. അതാണ് യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞ മാനുഷിക കൽപ്പനകൾ എന്ന് പറഞ്ഞത്. അതാണ് അതിൽ അവർ ശബത്തിനെ എത്രയും സ്ട്രിക്റ്റ് ആക്കാവുന്ന ആ രീതിയിൽ അവർ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി. ഒരു കർച്ചീഫ് നമ്മൾ പോക്കറ്റിലിടാൻ പാടില്ലെന്നോ ചെടിയിൽ തുപ്പാൻ പാടില്ലെന്നൊക്കെ പറയുന്ന, അങ്ങനെ ഞാനത് വായിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ അവർ എഴുതി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതൊക്കെ ചെടി നനയ്ക്കുന്നതിന് തുല്യമാണെന്നും ഭാരം ചുമക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് അവർ എല്ലാത്തിൽ നിന്നും ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് ശബത്തിനെക്കുറിച്ച് കുറേ കൽപ്പനകൾ എഴുതുന്നത്. അതിൽ 39 രീതിയിലുള്ള വേലകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അവരെഴുതി ഉണ്ടാക്കിയത്. ഇതൊന്നും നിങ്ങൾ ശബത്തിന് ചെയ്യാൻ പാടില്ല എന്ന്. അതിലൊന്നായിരുന്നു ഇത്. എന്താണ് ശിഷ്യന്മാർ ചെയ്തത്? വഴി നടക്ക് വിളഭൂമിയിൽ കിടന്നാണ് ശിഷ്യന്മാർ കതിർ പറിച്ചു തുടങ്ങി. അപ്പോൾ അവർ കതിർ പറിച്ചു എന്ന് വെച്ചാൽ അത് കൊയ്തു, അതിനെ പിന്നെ അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞു, അപ്പോൾ അത് മെതിച്ചു. അങ്ങനെ എല്ലാ ജോലികളും ഇവർ ചെയ്തു എന്നാണ് പറയണത് ആ ഒരു പ്രവൃത്തിയിലൂടെ. അതുകൊണ്ടാണ് അവർ വിലക്കിയത്. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പരീശന്മാർ. ഇപ്രാവശ്യം അവർ നേരിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന്.
അപ്പോൾ യേശു അവർക്കൊരു സംഭവം വിവരിച്ചു കൊടുത്തു, പഴയ നിയമകാലത്ത് നടന്നത്. നമ്മളത് 1 ശമൂവേൽ 21 അധ്യായം 1 തുടങ്ങി 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കിട്ടും. എല്ലാവരും അത് വായിച്ച് നോക്കണം. അതിൽ ദാവീദ് ഇങ്ങനെ ഓടുകയാണ്, ശൗലിൻ്റെ അടുത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പല സ്ഥലങ്ങളിലും ഓടി നടക്കുന്ന സമയത്താണ് ഈ അഹിമേലെക്ക് പുരോഹിതനുള്ള ആ ദേവാലയത്തിൽ ദാവീദ് എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം അവരുടെ സമാഗമന കൂടാരത്തിൽ ദൈവം കൽപ്പന കൊടുത്തിരുന്നതുപോലെ എന്തായിരുന്നു അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പം കൂടാരത്തിൻ്റെ വടക്ക് വശത്ത്, തിരുനിവാസത്തിൻ്റെ വടക്ക് വശത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ വയ്ക്കണം. ആ മേശയിൽ 2 അടുക്കുകളായിട്ട് 6 അപ്പം വയ്ക്കണം. അത് എന്നിട്ട് ഓരോ ആഴ്ചയിലും അപ്പം മാറ്റണം. ശബത ദിവസത്തിലാണ് അത് മാറ്റുന്നത്. അപ്പോൾ ശബത ദിവസത്തിൽ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം വയ്ക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്, ഈ അപ്പത്തെ കാണിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ആഴ്ചയിലും അത് മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1 ശമൂവേൽ 21 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കണം, 1 തുടങ്ങി 6 വരെ. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമേലെക്ക്, നോബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അബീമേലെക്കിൻ്റെ അടുക്കൽ ചെന്ന് അഹിമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട്, ആരും കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നത് എന്താണെന്ന് ചോദിച്ചു. കാരണം അഹിമേലെക്കിനെ അറിയാം, ഇവൻ അടുത്ത രാജാവാകാൻ പോകുന്ന ആളാണ് ദാവീദ് എന്നൊക്കെ അറിയാം. അതിന് മുമ്പുള്ള അധ്യായമൊക്കെ നമ്മൾ വായിച്ചു നോക്കണം. ദാവീദ് ബന്ധപ്പെട്ട് ഓടുന്നതിനിടയ്ക്കാണ് അവിടെ ചെന്നത്. ദാവീദ് പുരോഹിതനായ അഹിമേലെക്കിനോട്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരുന്നു. അപ്പോൾ ഇവൻ അഹിമേലെക്കിനോട് എന്താണ് അവൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നില്ല, അവനൊരു കള്ളമാണ് പറഞ്ഞത്. രാജാവ് എന്നെ ഒരു കാര്യത്തിന് അയച്ചിരിക്കുക, അത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിൻ്റെ കൈവശം വല്ലതും ഉണ്ടോ? 5 അപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പം അല്ലാതെ സാമാന്യമായത് കൈവശമില്ല. സാധാരണ നമുക്ക് കഴിക്കാവുന്ന ഫുഡൊന്നുമില്ല, ഇത് വിശുദ്ധമായ അപ്പമാണത്. അതങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പാടില്ലാത്തതാണ്, അതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അതിനെ അശുദ്ധമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ അശുദ്ധരാകും എന്നാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഈ 3 ദിവസമായി സ്ത്രീകൾ തങ്ങളോട് അകന്നിരിക്കുന്നു. ഇതൊരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുദ്ധമായിരുന്നു. ഇന്നോ അവരുടെ കോപ്പുകൾ എത്ര അധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വെക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നീക്കിയ കാഴ്ചയപ്പം അല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു. അതാണെന്ന് ദാവീദ് കഴിച്ചത്. അപ്പോൾ അത് ആര് കഴിക്കാൻ പാടില്ലാത്ത അപ്പമാണ്. എന്നിട്ടും ദാവീദ് അത് ചെയ്ത്. ശബത്തിലാണ് അവൻ യാത്ര ചെയ്ത്, ശബത്തിലാണ് അപ്പം മാറ്റുന്നത് അവിടെ. അപ്പോൾ യാത്ര ചെയ്ത് അവിടെ വന്ന് അവൻ്റെ വിശപ്പിനായിട്ട് അവൻ കഴിച്ചു. അപ്പോൾ അതിൽ എന്താണ് തെറ്റെന്ന് യേശു ശിഷ്യന്മാരോട് പറയണം. നോക്കൂ, ഇപ്പോൾ അവൻ അബ്യാഥാർ മഹാപുരോഹിതൻ്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്നും പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു, കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം മാത്രമേ ഉണ്ടായത്. അപ്പോൾ മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല ഉണ്ടായത്. അത് നമ്മൾ നോക്കുമ്പോൾ അറിയാം, സൃഷ്ടിപ്പിലും മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് ശബതം ഉണ്ടാക്കിയത് ദൈവം. അത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം അത് ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യത്തിനും ആത്മീക ആരോഗ്യത്തിനും എല്ലാത്തിനും ഗുണം ചെയ്യുന്നതാണ് ശബത്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ശബത്. എസെക്കിയേൽ 20:12 പറയുന്നു, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നറിയേണ്ടതിന് എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ അടയാളമായിരിക്കാനാണ് ഞാൻ എൻ്റെ ശബത്തുകളെ തന്നത്. നമ്മളെല്ലാവരും ഈ ശബത്തിനെ വേണ്ട എന്ന് പറയുന്നവരെല്ലാം സ്വയം ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സ്വയം വിശുദ്ധീകരിക്കുന്നവർ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് വിശുദ്ധന്മാരാകാം എന്ന് പറയുന്നവരാണ്. പക്ഷേ ദൈവമാണ് എന്നെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ദൈവം തന്നത്. അപ്പോൾ നമ്മൾ ശബത്ത് പക്ഷേ ദൈവം തന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ശബത്തിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ശബത്ത് തന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു.
അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ശബദാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞുകൊണ്ടും നമ്മൾ നടക്കാൻ പാടില്ല. ശബദില്ലാന്നും മാറിപ്പോയി എന്നും പറയാൻ പാടില്ല. ശബദാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞുകൊണ്ട് അതിലും വലുതാണ് നമ്മുടെ ദൈവം. ആ ദൈവമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. കർത്താവുമായിട്ടുള്ള ബന്ധമായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. അത് ശബദ് അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം അതിലുള്ളത്, ശബദ് മാനവകുലത്തിന് വേണ്ടി 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാനവകുലത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട യേശുവിൻ്റെ വിഷയത്തെ ഈ കഥ എങ്ങനെയാണ് ഉദാഹരിക്കുന്നത്? വീണ്ടും ശബദ് എന്ന വിഷയത്തിൽ മത നേതാക്കളുമായി യേശു വിവാദത്തിൽ ഏർപ്പെടുന്നു. 3-ാം അധ്യായം 1 തുടങ്ങി 6 വരെ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബദിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന്, അവർ എന്ന് പറഞ്ഞാൽ അന്ന് പള്ളിയിലുണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവനെ കുറ്റം ചുമത്തേണ്ടതിന്, ആരെ? യേശുവിനെ കുറ്റം ചുമത്തേ. ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാളെ കണ്ട് ഇവൻ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ശബദല്ലേ ഇന്ന്. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, പരീശന്മാരോട് ശാസ്ത്രിമാരോട് യേശു പറഞ്ഞു, ശബദിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. ആ ചോദ്യത്തിന് അവർക്ക് ഒരു ഉത്തരവും പറയാനില്ല. എന്ത് പറഞ്ഞാലും അവർ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവർക്ക് പറയാനില്ല. അവർക്ക് ജീവനെ രക്ഷിക്കുന്നതാണ് വലുതെന്ന് പറയുമ്പോൾ യേശു പറയും ഇതാണ്, സൗഖ്യമാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ യേശു പറയും അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. സൗഖ്യമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ ക്രൂരത വെളിയിൽ വരും. ഒരാൾ ചത്തുപോട്ടെ, അവൻ കുളത്തിൽ വീണാലും ഇതിൽ വീണാലും ശബദം എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കരുണയില്ലാത്ത മനസ്സ്, ദയയില്ലാത്ത മനസ്സായിരിക്കും വെളിവാക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വിവാദം ഒരിക്കലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവരെപ്പോഴും യേശുവുമായിട്ട് വിവാദം നടത്തിയത് ശബദ് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നല്ല വിവാദം നടത്തിയത്. അത് എല്ലാവർക്കും അറിയാം. അത് ശനി 7-ാം ദിവസമാണ് എന്നെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ വചനവും അത് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ വിവാദം അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ കുറേ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്, മാനുഷിക കൽപ്പനകൾ അവരെഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അനുസരിക്കാൻ യേശുവിന് താല്പര്യമില്ലായിരുന്നു. യേശു എല്ലാത്തിൻ്റെ സൃഷ്ടിതാവായിരുന്നു. എല്ലാവർക്കും നീതി കിട്ടാനും എല്ലാവരും സൗഖ്യമാക്കാനും എല്ലാവരും ആത്മീയ രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും യേശു ഏത് ദിവസം ചെയ്യാനും ഒരുക്കമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ചോദ്യത്തിൽ അവർക്ക് മിണ്ടാൻ സാധിച്ചില്ല. അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. അതായിരുന്നു യേശു ക്രിസ്തു അതിലൂടെ ചെയ്യുന്നത്. ഈ വിവരണങ്ങളിൽ നിന്ന് എന്ത് തത്വങ്ങളാണ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത്? കൂടാതെ ഈ ആധുനിക യുഗത്തിൽ ശബദം അനുസരിക്കുന്നതിൽ എന്ത് വെല്ലുവിളികളാണ് നിങ്ങൾ നേരിടുന്നത്? ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട് ശബദം അനുസരിക്കുന്നവർ. പക്ഷേ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ആകുവാണെങ്കിൽ നമുക്ക് ആ വെല്ലുവിളികളെല്ലാം ഈസി ആയിട്ട് നേരിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലരും പരീക്ഷ എഴുതാൻ പോകുന്നില്ല. അത് പരീക്ഷ എഴുതാനായിട്ട് കുട്ടികളെ വിടുന്നവരുണ്ട്, ക്ലാസ്സിന് വിടുന്നവരുണ്ട്. ഈവൻ ചെറിയ കുട്ടികളെ പോലും എനിക്കറിയാം. ഒരു പള്ളിയിലുള്ള 2-3 കുട്ടികളുണ്ട്. 3-4 കുട്ടികളാണ് പള്ളിയിൽ വരുന്നുള്ളൂ. അതിൽ ഒരു കുട്ടിയെ അവരുടെ പേരൻസ് വിടത്തേയില്ല ശനിയാഴ്ച പള്ളിയിൽ. അതേ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ഫാമിലിയാണെങ്കിൽ അവർ വിടും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയാം, അത് മാഡം ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ എത്ര വലിയ ലെസൺസൊക്കെയാണ് അവർക്ക് മിസ്സാകുന്നത്, അങ്ങനെ ആയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അവർ കുട്ടികളെ ക്ലാസ്സിൽ പറഞ്ഞു വിടുന്നു. അതൊക്കെ ആശ്രയിക്കുന്ന അവരുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ്. അവർക്ക് എന്തുമാത്രം ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നുള്ളത്. ഒരു വർഷം പോയാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത്? അതിലും വലുതാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും. നമ്മുടെ ഭാവിയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇതല്ലെങ്കിൽ മറ്റൊന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു. ആ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കുത്തിത്തിരുകുന്ന കഥ അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച് സ്റ്റോറി, ഒരു കഥയുടെ ഇടയ്ക്ക് വേറൊരു കഥ വന്ന് ചേരുന്നത്. നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 20-35 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാത്ത വണ്ണം പുരുഷാരം
തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞ് അവനെ പിടിക്കുവാൻ വന്നു. അപ്പം അങ്ങനെ ഒരു കഥയാണ് അവിടെ തുടങ്ങുന്നത്. ബുദ്ധിഭ്രമം, യേശുവിന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാർ പറയണം ഇവന് ബുദ്ധിഭ്രമം വന്നു, ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് വീട്ടുകാർ, അവൻ്റെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കഥ ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. ആദ്യത്തെ കഥ പിന്നീട് പൂർണ്ണമാവുകയും ചെയ്യുന്ന ഈ വേദഭാഗം മാർക്കോസിലെ ആദ്യത്തെ കുത്തിത്തിരുകുന്ന കഥയാണ്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് സ്റ്റോറി. ഒരു കഥ തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് വേറൊരു കഥ വന്ന് കയറുന്നത്. അപ്പോൾ ഇത് ആ യേശുവിൻ്റെ ചാർച്ചക്കാർ അവൻ്റെ മനസ്സ് വിട്ടുപോയെന്ന് കരുതി അവനെ ഏറ്റെടുക്കുവാൻ പുറപ്പെടുന്നതാണ് ആദ്യത്തെ പുറമേയുള്ള കഥ. ഒരു കഥയുടെ അകത്ത് വേറൊന്ന് കുത്തിത്തിരിക്കുന്നതാണ് സാൻഡ്വിച്ച് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുറമേയുള്ള കഥ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വായിച്ചതാണ്. അവൻ്റെ മനസ്സ് വിട്ടുപോയി, അല്ലെങ്കിൽ എന്താണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട്. അതിനാണ് ലെസണിൽ ഇങ്ങനെ മനസ്സ് വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് കരുതി അവനെ ഏറ്റെടുക്കാൻ വരികയാണ് ഈ ഫാമിലി മെമ്പേഴ്സ്. അവനെ സൗഖ്യമാക്കണം എന്നുള്ള രീതിയിൽ അവനെ എവിടെയെങ്കിലും വൈദ്യൻ്റെ അടുത്ത് കൊണ്ട് സൗഖ്യമാക്കണം. യേശു ഭൂതങ്ങളുമായി ഗൂഢാലോചനയിലായിരിക്കുന്നതെന്ന ആരോപണം യെരുശലേമിൽ നിന്നുള്ള ശാസ്ത്രിമാർ ഉന്നയിക്കുന്നതാണ് ഉള്ളിലെ കഥ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു കഥയുണ്ട്. പുറമേയുള്ള കഥ ഇതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ, ഫാമിലി മെമ്പേഴ്സ്, കുടുംബത്തിലുള്ളവരൊക്കെ യേശുവിന് എന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ശരിയാക്കി എടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥ വന്നു ചേരുകയാണ്. അതാണ് മാർക്കോസ് 3:22 തുടങ്ങി വായിക്കുന്നത്. 3:22 യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസെബൂൽ ഉണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അടുക്കെ വിളിച്ചു ഉപമകളാൽ അവരോട് പറഞ്ഞിട്ട്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ വീട്ടിന് നിലനിൽക്കാൻ കഴിയില്ല. സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഛിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽക്കാൻ കഴിയില്ല. അവൻ്റെ അവസാനം വന്നു. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർ ചെയ്യാം. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണവും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നതിനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷയ്ക്ക് അയോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവനൊരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും, ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? യേശുവിന് അശുദ്ധാത്മാക്കളുമായിട്ട് ഗൂഢാലോചനയുണ്ട് എന്നാണ് പരീശന്മാർ പറഞ്ഞു വരുത്തിയത്. ഈ അശുദ്ധാത്മാക്കളുടെ ലീഡറാണ് ബേൽസെബൂൽ. ഈ ബേൽസെബൂലിൻ്റെ ശക്തി കൊണ്ടാണ് യേശുക്രിസ്തു ഇത് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ആരുടെ ശക്തി കൊണ്ടായിരുന്നു യേശു ചെയ്തത്? പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 14-10 വാക്യത്തിൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷേ അവർ ആ ആത്മാവിനെയാണ് അവർ നിന്ദിച്ച് പറഞ്ഞത്, ഇത് അശുദ്ധാത്മാവിനെ കൊണ്ട് അവൻ ചെയ്യുന്നു എന്ന്. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭോഷത്തരമാണ് പറയുന്നത്? സാത്താൻ തന്നെ സാത്താനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ രാജ്യം പിന്നെ നിലനിൽക്കുമോ? സാത്താൻ്റെ രാജ്യമുണ്ട്, ആ രാജ്യത്ത് എങ്ങനെ നിലനിൽക്കും? അവർ തമ്മിൽ വഴക്കാണെങ്കിൽ എങ്ങനെ നിലനിൽക്കും? ഒരാൾ ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളിൽ ആയി, അവന് പിശാച് ബാധിതനാക്കി, ആ പിശാചിനെ വേറൊരു പിശാച് വന്ന് ഒഴിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ബുദ്ധിയില്ലാതെയാണ് സംസാരിക്കുന്നതെന്നാണ് യേശു പറയുന്നത്. അതിന് ഒരു കാര്യമാണ്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചെങ്കിൽ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. രാജ്യത്തിലുള്ള എല്ലാവരും ഒരുമയോടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ രാജ്യം അഖണ്ഡമായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു ഭവനത്തിലുള്ളവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ ആ ഭവനം ഛിദ്രിച്ചു പോകും. അത് എല്ലാവരും ഒരുപോലെ നിൽക്കുമ്പോഴാണ് അത് വളരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യേശു പ്രാർത്ഥിച്ചതും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17-21 യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ ഞാനും നീയും ഒരുപോലെ ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒരുമിച്ചാകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും ഉണ്ടാകണമെന്ന്. ആ ആത്മാവിന് വേണ്ടിയിട്ടുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണ് 17
യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു പിതാവും പുത്രനും എങ്ങനെ ഒന്നായിരിക്കുന്നത്, അവരിൽ ഒരേ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അവർ ഒന്നായിരിക്കും. യേശു ക്രിസ്തു പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഇവർ ഒന്നാകണമെന്നായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ അപ്പോഴാണ് ഐക്യം വരുന്നത്, ഐക്യത ഉണ്ടാകുന്നത്. അതില്ലാത്തയിടത്താണ് ഛിദ്രം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നിട്ട് യേശു ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്. 27-ാമത്തെ വാക്യം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർ ചെയ്യാം. ഇവിടെ ബലവാൻ എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാചിൻ്റെ കയ്യിലെ കോപ്പുകളാണ് നമ്മളെല്ലാവരും. നമ്മളെ അവൻ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ ആയിരുന്നു പൗലോസ് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്. എന്നിൽ വരുന്ന ദോഷങ്ങളെല്ലാം എന്നിൽ വസിക്കുന്ന പാപം മൂലമാണ് ഉണ്ടാകുന്നത്. അത് പിശാചിൻ്റെ അടിമകളായി തീർന്ന മനുഷ്യർ, ആദാമിൻ്റെ തെറ്റ് മുതൽ നമ്മളെല്ലാവരും അതിൻ്റെ അടിമകളായിട്ടാണ്, മനുഷ്യജാതി മുഴുവനും. അതിൽ നിന്നുള്ള ഒരു വിടുതലിനാണ് യേശു ക്രിസ്തു വന്നത്. ആ യേശുവാണ് ഈ ബലവാനെ പിടിച്ചു കെട്ടാനായിട്ട് വന്നത്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയാൻ ആർക്കും കഴിയില്ല. നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ പിശാചിനെ തോൽപ്പിക്കണമായിരുന്നു. അതിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നമ്മളെപ്പോലെ ജഡരക്തങ്ങളുള്ളവനായിട്ട് വന്ന് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ ഒരു പരീക്ഷയിലും അവൻ്റെ മുമ്പിൽ തോൽക്കാതെ യേശുക്രിസ്തു വിജയിയായിട്ട് നമ്മളെല്ലാവരും, ഇപ്പോൾ യേശുവാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരിയായി യേശുക്രിസ്തുവിനെ ദൈവം സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ യേശുവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പാപങ്ങളെയൊക്കെ നമുക്ക്, മനുഷ്യനായി വന്ന യേശുവിനെ നമ്മുടെ പാപങ്ങളിൽ നമ്മളെ വിടുവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് യേശു ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, പക്ഷേ ഇവർ പറയുന്നത് എനിക്ക് അശുദ്ധാത്മാവുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് ക്ഷമിക്കപ്പെടാത്ത പാപമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്ന് അവനെ വിളിക്കുവാൻ ആളയച്ചു. അപ്പോൾ യേശു വലിയ പുരുഷാരത്തിൻ്റെ കൂടെ ഇരിക്കുക. അപ്പോൾ അമ്മയും സഹോദരന്മാരും അവിടെ വിളിക്കാൻ വന്നു. അപ്പോഴെന്താണ് ചെയ്തത്? അതാണ് രണ്ടാമത്തെ പാപം. അത് നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്ന അകത്തുള്ള കഥ ഇതാണ്, അല്ല പുറമേയുള്ള കഥ ഇതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ ഇടയ്ക്ക് വന്നു. ശരിക്കും കുടുംബമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടങ്ങിയത്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ കഥ വന്നു. ഈ കഥ എന്ന് പറഞ്ഞാൽ ഈ സംഭവം. അപ്പോൾ അതിൽ പറയുന്നത്, ഒരു രാജ്യം ഛിദ്രമായി പോയാൽ, ഛിദ്രിച്ചെന്നാൽ അതിന് വിജയിക്കാൻ കഴിയില്ല. അതുപോലെ ഒരു ഭവനം, ഒരു വീട്ടിലെല്ലാവരും പരസ്പര വിരുദ്ധമാണെങ്കിൽ അതിന് വിജയിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചു കൊടുത്തു യേശുക്രിസ്തു. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അവരെ കളിയാക്കിയത് പിശാചിനെ കൊണ്ടാണ് അവൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ദൈവത്തോടുള്ള പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്ന് യേശുക്രിസ്തുവോട് പറയുകയാണ്. അത് കഴിഞ്ഞ് പുറമേയുള്ള ഭാഗത്തേക്ക് വീണ്ടും ആ കഥ തുടരുകയാണ്. അവൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് അവനെ വിളിക്കാൻ ആളയച്ചു. അവനെ എന്തിനാണ് വിളിക്കുന്നത്? ഇവനെ ഏതോ മെൻ്റൽ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കാൻ വരുന്നത് യേശുക്രിസ്തുവിനെ. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഈ രംഗം വിചിത്രമായതുപോലെ നിങ്ങളുടെ മാതാവോ കുടുംബത്തിലെ മറ്റംഗങ്ങളെ നിങ്ങളെ കാണുവാൻ വന്നാൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടേണ്ടതല്ലയോ? ആ സമയത്ത് യേശുവിൻ്റെ കുടുംബം ദൈവഹിതവുമായി യോജിപ്പിലല്ലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. അപ്പോൾ യേശു അവരെ കാണാനായിട്ട് വെളിയിലിറങ്ങിയില്ല. കാരണം യേശുവിനറിയാം അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനസ്സിപ്പോൾ എന്താണ്. അവർ ദൈവമായിട്ടൊരു ബന്ധത്തിലായിരുന്നില്ല. യേശുവിൻ്റെ കുടുംബം ദൈവഹിതവുമായി യോജിപ്പിലല്ലായിരുന്നു എന്നതായിരുന്നു പ്രശ്നം. ആ സത്യം യേശു മനസ്സിലാക്കുകയും ഈ ഭാഗത്ത് കുടുംബത്തെ പുനഃവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. ഇതല്ല കുടുംബം എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല കുടുംബം. ഈ ലോകത്തിൽ കാണുന്നതല്ല എൻ്റെ കുടുംബം, യേശുവിൻ്റെ കുടുംബം. യേശു പറയുന്നത് എന്താണ്? എൻ്റെ കുടുംബം ആരാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെൻ്റെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാവുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നുള്ള വലിയ സത്യം. അപ്പം നമ്മളെല്ലാവരും
യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. അത്ര വലിയൊരു സ്ഥാനമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയത്. പക്ഷെ അതിന് നമ്മൾ എല്ലാവരും ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് മാറണം. അപ്പോൾ ഈ പാഠത്തിൽ, ഇന്നത്തെ പാഠത്തിൽ നമ്മൾ വിവാദങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. യേശുവുമായിട്ടുള്ള ഒരു 4-5 കഥകൾ നമ്മൾ പഠിച്ചു. അവിടെ എല്ലാം യഹൂദന്മാരുമായിട്ട് യേശു തൻ്റെ വചനത്തിലൂടെ അവരുമായിട്ട് അവരുടെ വിവാദങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അതെല്ലാം നമ്മുടെ ജീവിതത്തിലും, നമ്മൾ പിശാചിനോടുള്ള പോരാട്ടത്തിലും, മറ്റുള്ളവരോടുള്ള നമ്മുടെ സംസാരത്തിലും അതുപോലെ തന്നെ ആയിരിക്കണം. തിരുവചനത്തിൽ നിന്നും അവരെ എല്ലാം രക്ഷയിലേക്ക് നയിക്കാനായിട്ട് നമ്മളെല്ലാവരെയും അത് സഹായിക്കും. അതിനായിട്ട് വചനം ശരിയായി പഠിക്കുന്നവരായി തീരാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാഠത്തിൽ നിന്ന് വിരമിക്കും.